ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന അക്രമകാരികളായ വന്യമൃഗങ്ങളെ കൊല്ലാൻ നിയമഭേദഗതിക്ക് സംസ്ഥാന സർക്കാർ. ബില്ലിന് അംഗീകാരം നൽകാൻ ഇന്ന് പ്രത്യേക മന്ത്രിസഭാ യോഗം ചേരും. കെ.സി. ഉണ്ണികൃഷ്ണൻ ചേരുന്നു. വിവരങ്ങളുമായി ഉണ്ണി, കേരളത്തെ സംബന്ധിച്ച് വലിയൊരു തീരുമാനമാണ്, അല്ലെങ്കിൽ വന്യമൃഗങ്ങളെ ക്ഷുദ്രജീവികളാക്കി പ്രഖ്യാപിക്കുന്ന ഒരു നിയമ ഭേദഗതിയാണ്. കാരണം അത്തരത്തിലാണെങ്കിൽ മാത്രമേ ഈ വന്യമൃഗങ്ങളെയൊക്കെ, അല്ലെങ്കിൽ മനുഷ്യരെ ആക്രമിക്കുന്ന വന്യമൃഗങ്ങളെയെങ്കിലും കൊല്ലാൻ സാധിക്കൂ എന്നുള്ളതും കൂടിയുണ്ട്. ഇന്ന് എപ്പോഴത്തേക്കാണ് ഉണ്ണി പ്രത്യേക മന്ത്രിസഭാ യോഗം? കഴിഞ്ഞ ദിവസം വളരെ നിർണായകമായ ഒരു മന്ത്രിസഭാ യോഗമാണ് രാവിലെ ചേരുന്നത്. എന്തായാലും ഈ മന്ത്രിസഭാ യോഗത്തിൽ വളരെ നിർണായകമായ ഒരു തീരുമാനത്തിലേക്ക് വരുന്നത് തന്നെയാണ്. കേരളം ഏറ്റവും അധികം നേരിടുന്ന ഒരു പ്രശ്നമാണ് വന്യജീവി ആക്രമണം. വലിയ ജനവാസ മേഖലയിലടക്കം വലിയ രീതിയിൽ തന്നെ വന്യജീവികൾ ജനങ്ങളെ ആക്രമിക്കുന്ന ഒരു വിഷയം ഉണ്ടാകുന്നു. വലിയ രീതിയിലുള്ള പ്രതിഷേധമെല്ലാം തന്നെ കഴിഞ്ഞ കുറേ അധികം നാളുകളായി, വർഷങ്ങളായി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ആ രീതിയിൽ നമ്മൾ കണ്ടുവരുന്നൊരു സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന അക്രമകാരികളായ വന്യമൃഗങ്ങളെ കൊല്ലാൻ ഒരു നിയമഭേദഗതിക്ക് ഒരുങ്ങുകയാണ് സർക്കാർ. ഇതിനു വേണ്ടിയിട്ട് ഒരു ബില്ലുകൾ കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഉണ്ടാകുന്നത്. അതിനായി പ്രത്യേക മന്ത്രിസഭാ യോഗം ചേരുന്നു. 1972 വന്യജീവി സംരക്ഷണ നിയമത്തിലാണ് സംസ്ഥാനം ഒരു ഭേദഗതി കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. കേന്ദ്ര നിയമത്തിൽ ഭേദഗതി സംസ്ഥാനത്തിൽ കൊണ്ടുവരണമെങ്കിൽ അതിൽ രാഷ്ട്രപതിയുടെ അനുമതി വേണം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു ബില്ല് കൊണ്ടുവന്നത്. ഈ വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ തന്നെ അവതരിപ്പിക്കാനുള്ള ശ്രമമാണ് ഉണ്ടാകുന്നത്. ഇതോടൊപ്പം തന്നെ ഈ മലയോര മേഖലകളിലടക്കം വലിയൊരു പ്രതിഷേധം സർക്കാരിനെതിരെ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നുണ്ട്. വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് നടപടി ഉണ്ടാവുന്നില്ല എന്ന രീതിയിലുള്ള ആക്ഷേപം, അതോടൊപ്പം തന്നെ വനം വകുപ്പിനെതിരെയെല്ലാം തന്നെ വലിയ വിമർശനങ്ങളെല്ലാം തന്നെ, കാര്യക്ഷമമായ ഇടപെടലുണ്ടാവുന്നില്ല, വന്യജീവികളെ തുരത്താനുള്ള നടപടി അല്ലെങ്കിൽ അതിനെ കൊല്ലാനുള്ള നടപടി ഒന്നും ഉണ്ടാവുന്നില്ല എന്ന രീതിയിലുള്ള പ്രതിഷേധമെല്ലാം തന്നെ വലിയ രീതിയിൽ ഉയരുന്നൊരു സാഹചര്യം നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായി കണ്ടുവരുന്ന കാര്യമാണ്. അപ്പോൾ ഇതിലെല്ലാം തന്നെ ഒരു പരിഹാരം ഉണ്ടാകുക, കൂടാതെ മലയോര മേഖലയിലെ ജനങ്ങളിലേക്ക് കൂടുതൽ അടുക്കുക എന്നതും കൂടെ ഒരു ഇതിനൊപ്പം തന്നെ ഒരു ലക്ഷ്യമെന്ന് നമുക്ക് പറയേണ്ടി വരും. കൂടാതെ മലയോര ജനതയെ ഒപ്പം നിർത്താനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായാണ് ഈ നടപടി എന്ന രീതിയിൽ തന്നെ ഉള്ള കാര്യം കൂടി വരുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും ആ ഒരു ലക്ഷ്യം കൂടി സർക്കാരിനുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ നിയമസഭാ സമ്മേളനത്തിൽ തന്നെ ഈ ബില്ല് കൊണ്ടുവരാനുള്ള നീക്കമാണ് എന്തായാലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്. അതോടൊപ്പം തന്നെ ഈ സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയിൽ നട്ടുവളർത്തിയ ചന്ദന മരങ്ങൾ വനം വകുപ്പിന് അനുമതിയോടെ വെട്ടാൻ അനുമതി നൽകുന്നൊരു ബില്ലും ഈ മന്ത്രിസഭാ യോഗം ഇന്ന് കൊണ്ടുവരാനുള്ള സാധ്യതയും കൂടി ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. എന്തായാലും ഈ ബില്ലുകളെല്ലാം തന്നെ വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. എന്തായാലും വളരെ സുപ്രധാനമായൊരു ബില്ല് കൊണ്ടുവരാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നത്. എന്തായാലും ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന അക്രമകാരികളായ വന്യമൃഗങ്ങളെ കൊല്ലാൻ അനുമതി നൽകുന്ന ഒരു കൊല്ലാൻ നിയമഭേദഗതിക്ക് ഒരുങ്ങുകയാണ് സർക്കാർ. അതിന് സുപ്രധാനമായ ഒരു മന്ത്രിസഭാ യോഗം ഇന്ന് ചേരുന്നു. അതിനുശേഷം വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ തന്നെ ഈ ബില്ല് അവതരിപ്പിക്കാനാണ് ഒരു ശ്രമമാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി, കഴിഞ്ഞ ഫെബ്രുവരി വരെയുള്ള കണക്കുകൾ അനുസരിച്ച് ഈ ഒരു കാട്ടാന ആക്രമണത്തിൽ മാത്രം 8 വർഷത്തിനുള്ളിൽ 180 ജീവനുകളാണ് സംസ്ഥാനത്ത് പൊളിച്ചത്. ആ രീതിയിൽ കണക്കുകൾ നോക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ജനങ്ങൾക്ക് വലിയ ജീവഹാനി സംഭവിക്കുന്ന വലിയ കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതിനെല്ലാം തന്നെ പരിഹാരം കാണുക, കൂടാതെ ഈ ജനങ്ങൾ വലിയ രീതിയിൽ തന്നെ വന്യജീവി വിഷയവുമായി ബന്ധപ്പെട്ട് മലയോര മേഖലയിലടക്കം ഈ കർഷകരാണെങ്കിലും ആ രീതിയിൽ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാഹചര്യമുണ്ട്. കൃഷിക്കെല്ലാം തന്നെ വലിയ നാശനഷ്ടം ഉണ്ടാകുന്ന സാഹചര്യം, ഇതെല്ലാം തന്നെ ഉണ്ടാകുന്നൊരു സാഹചര്യമുള്ളൊരു കാലഘട്ടം തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഈ മലയോര മേഖലയിലെ ജനങ്ങൾക്ക്, കർഷകർക്കും എല്ലാം തന്നെ ആശ്വാസമാകുന്നൊരു നടപടിക്ക് ഒരുങ്ങാൻ ഉള്ള ശ്രമമാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. കൂടാതെ ഈ മേഖലയിലെ ജനങ്ങളെല്ലാം തന്നെ ഒപ്പം നിർത്തുക എന്നതുകൂടിയാണ് ഈ ബില്ലിലൂടെ ലക്ഷ്യമിടുന്നത്. കാളിദാസ് ഉണ്ണി, എന്തായാലും ഇന്നത്തെ യോഗത്തിൽ അതിനൊരു അംഗീകാരം ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ വലിയ സംശയമൊന്നുമില്ല. കാരണം കേരളത്തെ സംബന്ധിച്ച് ഈ ഒരു അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു പ്രത്യേക മന്ത്രിസഭാ യോഗത്തിൽ ആ ബില്ലിന് അംഗീകാരം ലഭിച്ച് തിങ്കളാഴ്ച മുതലാണ് നിയമസഭാ സമ്മേളനം ആരംഭിക്കുന്നത്. തിങ്കളാഴ്ച തന്നെ അത് സഭയുടെ മേശയിലേക്ക് അതെത്തി, അതിനെ പെട്ടെന്ന് ആക്ടിലേക്ക് ഗവർണറുടെ ഒപ്പോടുകൂടി തന്നെ അത് പെട്ടെന്ന് ജനങ്ങൾക്ക് ഗുണപ്രദമാകുന്ന തരത്തിലേക്കുമൊക്കെ തന്നെ ഒരു വളരെ അതിവേഗത്തിലുള്ളൊരു നീക്കത്തിന് തന്നെയാണ് സർക്കാർ ശ്രമിക്കുന്നത് എന്നുള്ളതും കൂടി നമുക്ക് ഇന്നത്തെ ഈ ഒരു ദിവസം നമുക്ക് പറഞ്ഞു വെക്കാം, അല്ലേ? തീർച്ചയായും ആ രീതിയിലുള്ള നടപടി തന്നെയാണ്. എത്രയും വേഗം ഇത് സമ്മേളനത്തിൽ ബില്ല് കൊണ്ടുവന്നത് നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കുകയാണ് ലക്ഷ്യം. എന്തായാലും ഈ ജനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് വലിയ പ്രാധാന്യം ലഭിക്കാനുള്ള സാധ്യത ഉണ്ട്. കൂടാതെ എതിർപ്പുകൾക്ക് സാധ്യത വളരെ കുറവാണ്. കാരണം വലിയ രീതിയിലുള്ള വലിയൊരു പ്രശ്നം തന്നെയായി തന്നെ ഇത് ഉയരുകയാണ്. വന്യജീവി ആക്രമണം, അതോടൊപ്പം തന്നെ
ജനങ്ങൾക്ക് സാധാരണക്കാർക്കെല്ലാം തന്നെ വലിയ ഭീഷണിയാവുന്ന സാഹചര്യം, കൃഷി അടക്കമുള്ള നാശനഷ്ടങ്ങൾ ഇതെല്ലാം തന്നെ ഉണ്ടാകുന്ന ഒരു ഘട്ടമുണ്ട്. അതിൽ പറയുന്ന അക്രമകാരികളായ മൃഗങ്ങളെ കൊല്ലാൻ നിയമഭേദഗതിക്ക് ഒരുങ്ങുകയാണെന്നാണ് പറയുന്നത്. എന്തായാലും ആ രീതിയിൽ വലിയ രീതിയിലുള്ള അക്രമം കാട്ടുന്ന ഞങ്ങളെല്ലാം തന്നെ ആക്രമിക്കുന്ന മൃഗങ്ങൾ, കാട്ടാന, അതോടൊപ്പം തന്നെ കാട്ടുപന്നി അടക്കമുള്ള മൃഗങ്ങൾ ഈ രീതിയിൽ വലിയ രീതിയിൽ ജീവഹാനി ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ മുന്നിൽ കണ്ടുകൊണ്ടാകാം ഒരു നടപടി. കൂടാതെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു പരോക്ഷമായി പറയുകയാണെങ്കിൽ ഇത് മലയോര മേഖലയിലെ ജനങ്ങളെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാലം കൂടിയാണ്. കാരണം ഈ പറഞ്ഞ കാര്യങ്ങൾ, ഈ വന്യമൃഗങ്ങൾ വലിയ രീതിയിൽ തന്നെ ജീവഹാനിക്കൊപ്പം തന്നെ അവരുടെ ജീവനോപാധികൾക്കെല്ലാം തന്നെ വലിയ നാശനഷ്ടം ഉണ്ടാക്കുന്ന സാഹചര്യം ഇതെല്ലാം തന്നെയുണ്ട്. അപ്പോൾ ഇതിനെല്ലാം തന്നെ ഒരു പരിഹാരം കാണുക, കൂടാതെ ഈ ജനങ്ങൾക്ക് ആശ്വാസകരമാകുന്ന ഒരു നടപടിയിലേക്ക് നീങ്ങുക എന്ന് തന്നെയാണ് ഇതിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും എത്രയും വേഗം ഈ ബില്ല് സഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കാനുള്ള ശ്രമമാണ് ഉണ്ടാകുന്നത്. എന്തായാലും വളരെ വേഗത്തിലേക്ക് ഒരു നടപടിയിലേക്ക് നീങ്ങാനാണ് സർക്കാരിൻ്റെ നീക്കം. കാളിദാസ്. ശരി, KC ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന അക്രമകാരികളായ വന്യമൃഗങ്ങളെ കൊല്ലാൻ നിയമ ഭേദഗതിക്ക് ഒരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ. ഇന്ന് പ്രത്യേക മന്ത്രിസഭാ യോഗം ചേരും. ആ മന്ത്രിസഭാ യോഗത്തിൽ ആ ബില്ലിന് അംഗീകാരം നൽകും എന്നുള്ളതും കൂടിയാണ് ലഭിക്കുന്ന വിവരം.